എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം പോളി അഡ്മിഷൻ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ലിങ്കും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആ ഒരു ഫീ പേയ്മെൻറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്താണ് ആ ഒരു എറർ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ്, അതായത് വൺ ടൈം രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ അതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ ഒരു അനെക്സ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാംസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു കാര്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും ആ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ കോഡും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ ഈ ഒരു കോഴ്സുകളുടെ ആ ഒരു ബ്രാഞ്ചിൻ്റെ കോഡ് മാത്രമാണുള്ളത്. ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു പേര് ഫുള്ളായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രാഞ്ച് കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു പ്രോസ്പെക്ടസ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കുക. അപ്പോൾ +2 ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ +2 ഹയർ സെക്കൻഡറി ആയാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കും. അപ്പോൾ എന്താണ് എലിജിബിലിറ്റി എന്നുള്ളതൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഈ ഒരു പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിലേക്ക്, അതായത് സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കാം. അതായത് ഈ ഒരു 3rd സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് 2 സെമസ്റ്ററുകളാണ് ഉണ്ടാവുക. അതായത് 6 മാസം കൂടുമ്പോഴാണ് ഓരോ സെമസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ 3 വർഷത്തെ കോഴ്സാണെങ്കിൽ അതിൽ 6 സെമസ്റ്റേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി എന്താണെന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾ അപേക്ഷ നൽകണം എന്നുള്ളത് ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ പേജ് 6-ാം പേജിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 200 രൂപയും ബാക്കിയുള്ളവരാണെങ്കിൽ ഈ ഒരു 400 രൂപയുമാണ് ഫീസായിട്ട് വരിക. ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആ ഒരു രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെയോ ഒക്കെ നമ്പറായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ടൈമിൽ അക്ഷയയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകളിലോ ഒക്കെയുള്ള നമ്പർ കൊടുക്കുകയും പിന്നീട് ആ ഒരു നിങ്ങൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഈ ഒരു OTP വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ നൽകുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന നിങ്ങളുടെ സഹോദരൻ്റെയോ ഒക്കെ നമ്പർ നൽകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു OTP സംബന്ധിച്ച് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. മുൻ വർഷങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം. റീചാർജ് ചെയ്യാതെ കട്ടായി പോകുന്ന നമ്പർ കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ഇമെയിൽ ID നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഇമെയിൽ ID നിങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരും. ഇമെയിൽ ID ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് CAP അതുപോലെ തന്നെ IHRD അതുപോലെ തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ എന്നിങ്ങനെയുള്ള കോളേജുകളിലേക്കുള്ള പ്രവേശനം നേടാൻ സാധിക്കും. അതുപോലെ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ അതത് മാനേജ്മെൻറ്റ് കോട്ട ആ ഒരു കോളേജിലേക്ക് പ്രത്യേകം അപേക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവിടെ റിസർവേഷൻ ഓരോ കാറ്റഗറിക്കും എത്രയാണ് എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് തഹസിൽദാർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ SC BC അല്ലെങ്കിൽ OBC OEC കാറ്റഗറി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത OEC കാറ്റഗറി വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ ജനറൽ കാറ്റഗറിയുള്ള EWS കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികൾ ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ ഇതാണ് ഈ ഒരു കോഴ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ളത്. ആ ഒരു ബ്രാഞ്ച് കോഡാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബ്രാഞ്ച് കോഡ് ഏതാണെന്നുള്ളത് നേരത്തെ നൽകിയ ആ ഒരു പേജ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക.
അപ്പോൾ ഈ ഒരു ഓരോ ബ്രാഞ്ച് കോഡിൻ്റെയും എലിജിബിലിറ്റി നൽകിയിട്ടുണ്ട്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണ് ആ ഒരു ബ്രാഞ്ച് കോഡിൻ്റെ ആദ്യത്തെ ഈ ഒരു ബ്രാഞ്ച് കോഡിൻ്റെ ആ ഒരു എലിജിബിലിറ്റി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് പ്രത്യേകിച്ചൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ചിൻ്റെ ആ ഒരു എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫിസിക്സ്, മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലേതെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് ഇത്രയുമാണ് അതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു യൂണിഫോം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഗേൾസ് ആണെങ്കിൽ ഏതാണ് യൂണിഫോം, ബോയ്സ് ആണെങ്കിൽ ഏതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ ആ ഒരു റിസർവേഷൻ ഡീറ്റെയിൽസ്, എന്തൊക്കെ റിസർവേഷനുകൾ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് സ്കോർ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും അല്ലെങ്കിൽ +2 ആയിരുന്നാലും നിങ്ങളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഓരോ കോളേജിലും എത്ര രൂപയാണ് ഫീസ് വരിക, അത് സെൽഫ് ഫിനാൻസ്, IHRD, സർക്കാർ കോസ്റ്റ് ഷെയറിങ്, അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകൾ പെർ സെമസ്റ്ററിന് എത്ര രൂപയാണ് അല്ലെങ്കിൽ ടോട്ടലായിട്ട് എത്ര ഫീസാണ് വരുന്നത് എന്നിങ്ങനെയുള്ള നിരവധി ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ ഫീസാണ് പെർ സെമസ്റ്റർ വരുന്നത്, ബാക്കിയൊന്നും പെർ സെമസ്റ്റർ ഫീസ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് സെൽഫ് ഫിനാൻസ് ആയാലും ഏതിലായാലും നിങ്ങൾക്ക് വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതിൽ അത് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷനായിട്ട് ചെയ്യേണ്ടത് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ വന്നിട്ടുള്ള ആ ഒരു പേജിലേക്ക് വരിക, അതിനുശേഷം 1 ടൈം രജിസ്ട്രേഷൻ ലാറ്ററൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് എലിജിബിലിറ്റി ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു മൊബൈൽ നമ്പറിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതായത് പ്രവേശന പ്രക്രിയ കഴിയും വരെ ഇത് നിലനിർത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ആ ഒരു GRN, അത് ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു GRN എന്ന് പറയുന്നത് അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റ് നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുകയും ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നൽകിക്കൊണ്ട് നിങ്ങളുടെ അതായത് ആ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ പൂർണ്ണമാക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ അതായത് ഇന്ന് മുതൽ ഈ ഒരു 30-ാം തീയതി, അതായത് മെയ് 30-ാം തീയതി വരെയാണ് നൽകാൻ സാധിക്കുക. മെയ് 30-ാം തീയതിക്കകം ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷം 31-ാം തീയതിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.